ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ നമുക്ക് തൈരൊക്കെ ചേർത്തുള്ള കറിയാണ്. ഉച്ചയ്ക്ക് ഊണുണ്ടാക്കുന്നത്, അതായത് വെള്ളരിക്ക, ചേമ്പ്, ചേന ഒക്കെ ചേർത്തിട്ട് നമ്മൾ പച്ചമുളക് അരച്ചിട്ടാണ്, പച്ചമുളകും തേങ്ങയും തൈരൊക്കെ ചേർത്ത് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഇന്ന് കറി വയ്ക്കാനും പിന്നെ നമുക്ക് മെഴുക്ക് വരട്ടിക്കുള്ള പാവയ്ക്ക ഇവിടെ ഉണ്ട്. മറ്റ് കറിക്കുള്ള കഷ്ണങ്ങളാണ് വെള്ളരിക്ക, ചേന, ചേമ്പ് ഒക്കെയാണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളരിക്ക എടുത്തിട്ട് അതൊന്ന് തോലൊക്കെ ചെത്തി റെഡിയാക്കാം. ഇന്നിപ്പോൾ തൈരൊക്കെ ചേർത്തിട്ടുള്ള കറിയാണ്. ചേനയും ചേമ്പാണ് പിന്നെ ചേർക്കുന്നത് കറിയിലേക്ക്. ഇനിയിപ്പോൾ അതൊക്കെ തോലി എത്തി വൃത്തിയാക്കാനുള്ളതാണ്. ഇത് പിന്നെ നാടൻ വെള്ളരിക്ക തന്നെയാണ്. ഇനിയിപ്പോൾ ചേന, അതൊരു പകുതി ചേനയാണ്, ഒരു ചേനേൻ്റെ മുറിച്ച് കഷ്ണാക്കി എടുത്താണിത്. പിന്നെ ചേമ്പ്, വലിയ ചേമ്പാണ്, അത് പിന്നെ തോലൊക്കെ എന്നിട്ട് ചുരണ്ടി എടുക്കാം. ഇപ്പോൾ കഴുകി എടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് നുറുക്കാണ് വേണ്ടത്. അധികം വലിപ്പമില്ലാതെ ഈ ഒരു പരുവത്തിൽ അങ്ങനെ ഉണ്ട് നുറുക്കിയെടുക്കാം. പിന്നെ ഇനി ചേമ്പ്, അത് പിന്നെ അത്യാവശ്യം വേവണ ചേമ്പ് തന്നെയാണ് ഇപ്പോൾ വരുന്നതൊക്കെ. ഇതിന് മുമ്പ് ഞങ്ങൾ ചേമ്പ് വാങ്ങിയിരുന്നു, അപ്പോൾ അതൊക്കെ അത്യാവശ്യം വേവുന്നത് തന്നെയാണ്. പിന്നെ ചേന, അത് ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് കൊത്തിയിടാം. അപ്പോൾ ഇതാ കഷ്ണങ്ങൾ ഇവിടെ റെഡിയായി. നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇനി ചട്ടിയിൽ ഇടാം കഷ്ണങ്ങളൊക്കെ. ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ നമുക്ക് വെള്ളം. ഇനിതാ നമ്മൾ അടുപ്പത്ത് വെച്ചു. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പച്ചമുളക്, പിന്നെ തേങ്ങ ചിരവിയത്, അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതാ തൈര്, അത് ചേർക്കാം. ഇതാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഷ്ണം അടുപ്പത്ത് വെച്ചത് അത്യാവശ്യമൊക്കെ വെന്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, മുളക് പൊടി ഇല്ലല്ലോ. അതായത് പച്ചമുളകാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇത് ഇങ്ങനെ ചട്ടിയിൽ വേവിക്കാവുണ്ടേ കുറച്ച് സമയം എടുക്കും. കുക്കറിലാണെങ്കിൽ പിന്നെ എളുപ്പമാവുമല്ലോ. ഇനി ഇതാ വെന്തിട്ടുണ്ട്, അരച്ചത് ചേർക്കാം. ഇതൊക്കെ വെള്ളവും കഷ്ണമൊക്കെ പാകം തന്നെയാണ്. ലേശം കുരുമുളക് പൊടി അതുകൂടി ഒന്ന് ചേർക്കും നമ്മൾ. ഇനിതാ കറിവേപ്പില ഇട്ടുകൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക്, പിന്നെ വറ്റൽ മുളക്,
ഇത് താളിച്ച് ചേർക്കാം. അപ്പോൾ കറി ഇവിടെ റെഡിയായി. നമ്മളെ പാവയ്ക്ക മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. കറി ഉണ്ടാക്കിയ ശേഷം പിന്നെ അത് ഉണ്ടാക്കി അതാ അപ്പോൾ ഇതാ കറി കൊടുക്കാം. ഒക്കെ നല്ല പാകത്തിനായി. പിന്നെ മെഴുക്കുവരട്ടി, പിന്നെ നമ്മളെ പപ്പടം കാച്ചിയത്. ഇന്നിപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.